ദിനേശ് തുടരുക. ദൗത്യ സംഘം ദൗത്യത്തെ മുമ്പ് നയിച്ച ഇന്ദ്രബാലൻ നമ്പ്യാർ അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുന്നു. സർ, ഈ CP4 ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ മാർക്ക് ചെയ്ത പ്രധാനപ്പെട്ട ഈ വാഹനമുണ്ടെന്ന് നമ്മൾ കരുതപ്പെട്ട ഇടമാണ്. പക്ഷേ ഇന്നലെ ആ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയിട്ട് അവിടെ അവർക്ക് ഈ വാഹനമൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. എന്താണ് സാർ, നമുക്ക് അങ്ങനെയെങ്കിൽ പുതിയ രീതിയിലേക്ക് വീണ്ടും മാപ്പിംഗ് വേണ്ടി വരുമോ? ഇത് അവര് മണ്ണ് മാത്രമേ കണ്ടുള്ളൂ. അത് സ്വാഭാവികമാണ്. വി ആർ നോട്ട് സർപ്രൈസ്. കാരണം ഈ റിവറിൽ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഫ്ലൂയിഡ് ഡൈനാമിക്സ് എങ്ങനെയാ പറഞ്ഞാല് നോർമൽ ഫ്ലോ ആകുമ്പോൾ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഈ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഈ വെള്ളത്തിലുണ്ടെങ്കിൽ അത് അവിടെ ഡിപ്പോസിറ്റ് ആവും. ബിക്കോസ് വെള്ളത്തിന്റെ വെയിറ്റും സസ്പെൻഡഡ് പാർട്ടിക്കിൾ വേറെ ഒബ്സ്ട്രക്ഷൻ കിട്ടുമ്പോൾ അത് സെറ്റിൽ ആവുന്നു. കല്ല്, ഹെവി മണ്ണ് അവിടെ സെറ്റിൽ ആവും. സോ ഇറ്റ് ഈസ് നാച്ചുറൽ ദാറ്റ് ഈ 4 ലോകഭാഗങ്ങൾ and they are big inside. They must have got embedded in the river bed. അതിന്റെ മേലെ മണ്ണ് സെറ്റിൽ ആവുന്നത് നോർമൽ കോഴ്സ്. ഐ ആം എൻ എഞ്ചിനീയർ, ഐ എം നോട്ട് എ ജിയോളജിസ്റ്റ്. പക്ഷെ എന്തെങ്കിലും ഒരു ജിയോളജിസ്റ്റ് വിളിച്ച് ഈ പ്രശ്നം ചോദിച്ചാൽ ഐ എം കോൺഫിഡന്റ് ഹി വിൽ ഗിവ് ദ സെയിം ആൻസർ. സോ ഈ മണ്ണ് മേലെ ഉള്ളത് സ്വാഭാവികമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ മാച്ചിങ് അവർ സിഗ്നൽ. നമുക്ക് സിഗ്നൽസ് കിട്ടിയിരിക്കുന്നത് സ്ട്രോങ് സിഗ്നൽ ബിലോ 5 മീറ്റർ ആണ്, വീക്കർ സിഗ്നൽസ് 3 മീറ്റർ. അത് റീസൺ എന്താണ്? ഈ മണ്ണിന് തന്നെ അവിടെ ഞാൻ പറഞ്ഞ പോലെ അവിടെ കുറച്ച് ഐറൺ ഓർ ഡിപ്പോസിറ്റ്സ് ഉണ്ട്. മണ്ണ് ആൻഡ് റോക്ക് ഈസ് ഷോയിങ് സം മാഗ്നറ്റിക് വേരിയേഷൻ നടക്കുന്നു. സോ ആ മണ്ണിന് കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ദാറ്റ് വാസ് ഓൺ ടോപ്പ് ഓൺലി. പക്ഷെ ഞങ്ങളുടെ സിഗ്നേച്ചർ കിട്ടുന്നത് ബോട്ടമിലാണ്, സ്ട്രോങ് മെറ്റലിക് സിഗ്നേച്ചർ. സോ ഫ്രം ആർ പോയിന്റ് ഓഫ് വ്യൂ വി ആർ സ്റ്റിൽ കോൺഫിഡന്റ്. ദീസ് ആർ ദി 4 പോയിന്റ്സ് നമ്മൾ നോക്കേണ്ടത്. ഈ 4 പോയിന്റിൽ CP4ലാണ് വി ചെയ്യേണ്ടത്. ഇഫ് യു ഹാവ് ടു ടേക്ക് ഔട്ട് ദ ട്രക്ക്, CP4ലാണ് തുടങ്ങുന്നത്. വി ആർ സ്റ്റിൽ സ്റ്റിക്കിംഗ് ടു ദാറ്റ് പൊസിഷൻ ഓഫ് ആർട്ട് ബേസ്ഡ് ഓൺ ടെക്നോളജി അനാലിസിസ്. സാർ, മണ്ണ് വന്ന് മൂടിയത് കൊണ്ടാവാം ഒരുപക്ഷെ ഇനിയും താഴേക്ക് ചെന്നപ്പോൾ കൃത്യമായ മെറ്റാലിക് പോർട്സ് അവിടെ ഉണ്ട്. അങ്ങനെ തന്നെയാണ് അല്ലേ? യെസ്, എക്സാക്ട്ലി. അവിടെ തന്നെ ഉണ്ട്. വി ആർ സ്റ്റിക്കിംഗ് ടു അവർ സ്റ്റാൻഡ്. ഈ ഫിഷർമെൻ പോയിട്ട് അവിടെ മണ്ണ് കണ്ടു, അത് പറഞ്ഞിട്ട് അവിടെ മെറ്റൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇൻഫാക്ട് വി ആർ സെയിങ് മെറ്റൽ ഉണ്ട്. ഐ എം നോട്ട് നെഗേറ്റിംഗ് ഇറ്റ്. അവിടെ മെറ്റൽ ഉണ്ട്. വി ആർ സ്റ്റിൽ സെയിങ് വി ആർ കോൺഫിഡന്റ് ഓഫ് എ ടെക്നോളജി ഫൈൻഡിങ്. അവിടെ മെറ്റൽ ഉണ്ട്. പിന്നെ ഏതാണ് എക്സാക്ട്ലി ട്രക്ക്? വി ആർ സെയിങ് CP4. ഇൻ ഹയസ്റ്റ് പ്രോബിലിറ്റി CP4 എന്ന ട്രക്ക് വി സ്റ്റിൽ സെയിങ് ദാറ്റ്. ഈ ഒൺലി ക്വസ്റ്റൻ ഇസ് ഇപ്പൊ മണ്ണ് കണ്ട ശേഷം ക്യാൻ ഡൈവേഴ്സ് ഡു എനിത്തിങ് അറ്റ് ദിസ് സ്റ്റേജ്? ഇഫ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് മഡ്, ഡൈവേഴ്സ് ആർ ഹെൽപ്ലെസ്. ദേ കനോട്ട് ഡു എനിത്തിങ് ബിയോണ്ട് അതർ ദാൻ ഫൈൻഡിങ് ദാറ്റ് അവിടെ മണ്ണുണ്ട്. അവരുടെ ജോലി തീരുന്നു. അത് നേവൽ ഡൈവേഴ്സിനെ വിളിച്ചാലും മാറി വിളിച്ചാലും നോ ഡൈവർ ഹാസ് ദി കപ്പാസിറ്റി ടു ഗോ ഇൻസൈഡ് ആൻഡ് ടിഗ്, റിമൂവ് ദ മണ്ണ് ആൻഡ് ടേക്ക് ദ ട്രക്ക് ഔട്ട്. അതിന് നമുക്ക് റിക്കവറി സിസ്റ്റമിനെ വേണം. അതിന് നമുക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകും. സാർ, ഒരു കാര്യം കൂടെ, ഇന്നലെ നമ്മൾ മത്സ്യത്തൊഴിലാളികൾ അവർ വലിയ കോൺഫിഡൻസിലാണ് എത്തിയത്. പക്ഷേ ഇന്ന് അവർ സംസാരിക്കുമ്പോൾ ആ കോൺഫിഡൻസ് ഇല്ല. കാരണം അസാധാരണ സാഹചര്യമാണ്, ഞങ്ങൾ ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യമെന്ന് അവർ പറയുന്നു. അപ്പോൾ നേവൽ ടീം അംഗങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ദാറ്റ് ഇസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലീസ് ഇൻ ദ മോർണിംഗ്. നമ്മൾ ഈ ഡൈവേഴ്സിനെ ഇറക്കുന്നത് തന്നെ ഇസ് നോട്ട് അഡ്വൈസബിൾ. ഐ ബീൻ സേയിങ് ദിസ് ഫ്രം ഡേ 1. പിന്നെ ഈ ഇവർ ഇറങ്ങിയത് ഭയങ്കര ധൈര്യമാണ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദെയർ അറ്റംപ്റ്റ്. ബിക്കോസ് നമുക്കൊരു എല്ലാവർക്കും ഒരു മനസ്സുണ്ട്, നമുക്ക് എല്ലാവർക്കും അതിനെ കാണുന്നില്ല. ആ ഇമോഷൻ കൊണ്ട് ഇവർ പെർമിറ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ. ബട്ട് മെച്യൂരിറ്റി നോക്കുമ്പോൾ if you are looking at proper sense, sending them inside was not a good idea, is what I will always say. Okay. എന്തായാലും സാർ, വളരെ നന്ദി തിരക്കിനിടയിലും ഈ കാര്യങ്ങൾ ഒന്ന് പങ്കുവെച്ചതിന്. എന്തായാലും നമ്മുടെ ദൗത്യം അത് മുന്നോട്ട് പോകുമ്പോൾ CP4 എന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അർജുൻ്റെ വാഹനമുണ്ടെന്ന് നമ്മൾ കരുതപ്പെടുന്ന ആ സിഗ്നൽ ലഭ്യമാവുന്ന പോയിന്റിൽ തന്നെ വാഹനമുണ്ട് എന്നതാണ് ഇന്ദ്രബാലൻ നമ്പ്യാരും ആ സിഗ്നൽ നമുക്ക് ലഭ്യമാവുന്ന ശാസ്ത്രീയ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും ആവർത്തിക്കുന്നു. ഒരു പക്ഷേ മണ്ണ് കൊണ്ട് മൂടപ്പെട്ടു പോയേക്കാം, അങ്ങനെയെങ്കിൽ കൂടുതൽ ആഴത്തേക്ക് പോയേക്കാം.